മുഖ്യമന്ത്രിയുടെ വലം കൈയായ ADGP MR അജിത് കുമാർ RSSന്റെ സർക്കാര്യവാഹ ദത്താത്രേയ ഹൊസബലയുമായി നടത്തിയ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചു. മോഹൻ ഭാഗവത് കഴിഞ്ഞാൽ സംഘടനയിൽ അടുത്ത സ്ഥാനം ഹൊസബലയ്ക്കാണ്. RSSന്റെ മറ്റൊരു പ്രമുഖ നേതാവ് രാം മാധവുമായി അജിത് കുമാർ കോവളത്ത് ചർച്ച നടത്തിയത് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിക്കും RSSനും തമ്മിലുള്ള പാലമാണ് അജിത് കുമാർ എന്ന ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. CPI അജിത് കുമാറിനെതിരെ നിലപാട് പ്രഖ്യാപിച്ചതോടെ സർക്കാരിന് മേൽ സമ്മർദ്ദം കടുക്കുകയാണ്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. RSSന്റെ പോലീസോ? പോലീസിൽ സംഘവൽക്കരണമോ? നിയന്ത്രണം നാഗ്പൂരിൽ നിന്നോ? എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടോ? ഈ ചർച്ചയിൽ ശ്രീ B ജയരാജ് CPM സഹയാത്രികൻ, ശ്രീ B ഗോപാലകൃഷ്ണൻ BJP നേതാവ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ പ്രമോദ് പുഴങ്കര അഭിഭാഷകൻ എന്നിവർ. ആദ്യം ശ്രീ ജയരാജ്, ഇതിപ്പോ ഇന്ന് പൊട്ടിവീണ ആരോപണമല്ല. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പൊതുസമൂഹത്തിന് മുൻപിലുള്ള കാര്യം. മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് എത്രയോ നാൾ മുമ്പേ അറിഞ്ഞതാണ്. കാരണം ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ യാത്രകളെല്ലാം റെക്കോർഡഡ് ആണ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അക്കാര്യത്തിലുണ്ടാകും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എപ്പോഴേ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അറിയാതെ അല്ല. അപ്പോൾ ADGP ലോ ആൻഡ് ഓർഡർ RSSന്റെ താക്കോൽ സ്ഥാനത്തുള്ള ആളുകളെ കാണുന്നത്. ഇപ്പൊ സ്വാഭാവികമായും ജനങ്ങൾക്ക് RSSും സർക്കാരും തമ്മിൽ എന്ത് എന്നൊരു സംശയം തോന്നും. എന്നോടാണ് ചോദ്യം? അങ്ങനെ സംശയിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്. കാര്യം ഇന്ന് കൃത്യമായിട്ട് നമുക്കൊരു കാര്യം അറിയാം. കാര്യം ഇന്ന് RSSന്റെ നേതാവ് ഹൊസബലയായിട്ട് നടത്തിയ കൂടിക്കാഴ്ച, അതിനു മുമ്പ് വേറൊരാളുമായിട്ട് ഇവിടെ കോവളത്ത് നടത്തിയ കൂടിക്കാഴ്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ അതിൻ്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥന് അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും RSSൻ്റെ. കാരണം UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിൽ RSS വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കലാപവും ഏത് സംഘർഷവും അഴിച്ചുവിടാൻ അവർക്ക് പ്രാപ്തിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് കൺഫ്രണ്ടേഷനിലേക്ക് പോകും. കുറച്ച് നാളായിട്ട് ഈ കൊലപാതകങ്ങൾക്കെല്ലാം അറുതി വന്നിരിക്കുകയാണല്ലോ. അല്ല, അങ്ങനെ ഒഫീഷ്യലായിട്ട് പോയതാണോ? അങ്ങനെ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വേറൊരു കാറിൽ, അതായത് ഔദ്യോഗിക കാറിൽ അല്ലാതെയാണ് തൃശ്ശൂരിൽ ഹോട്ടലിൽ കാറിട്ടതിന് ശേഷം വേറൊരു കാറിലാണ് പാറമേക്കാവിലേക്ക് പോകുന്നത്, ദത്താത്രേയ ഹൊസബലയെ കാണുന്നത്. അപ്പോൾ അത് നിഷ്കളങ്കമായി അങ്ങനെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP പോയിട്ട് RSSകാരോട് നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ, കൊലപാതകമൊന്നും ചെയ്യല്ലേ എന്ന് പറയാൻ പോയതാണെന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായിട്ടൊരു വർത്തമാനമായിരിക്കും അത്. നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ആരോപണമെല്ലാം ഉന്നയിച്ച PV അൻവർ ഇന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. VD സതീശന് വേണ്ടി സകല ഇതും ചെയ്തു കൊടുത്തത് RSSകാരാണ്. VD സതീശൻ്റെ ഇടപാട്, അതായത് പുനർജനി ഇടപാട് മുഴുവൻ വെളുപ്പിച്ചു കൊടുത്തത് RSSകാരാണ്, അല്ലെങ്കിൽ BJP സർക്കാരാണ്. കേരളത്തിൻ്റെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഈ ബാന്ധവം ഉണ്ടാവുന്നത്? നമ്മളിപ്പോ ഈ ബാന്ധവത്തിന്റെ പഴയ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ വളരെ നമ്മുടെ മുമ്പിലുള്ള സ്പെസിഫിക് ആയ വിഷയം എന്താണ്? ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വലങ്കൈയാണ്. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ സർവാധികാര്യക്കാരനാണ്. കേരള പോലീസിന്റെ നായകൻ എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ കഴിയുന്ന ആളാണ്. അപ്പോൾ കേരളത്തിന്റെ പോലീസ് ഫോഴ്സിനെ അക്ഷരാർത്ഥത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അദ്ദേഹം രഹസ്യമായി പോയിട്ട് RSSന്റെ സർക്കാര്യവാഹകനെ, RSSന്റെ നേതൃനിരയിലുള്ള രണ്ടാമനെ കാണുന്നു. രാം മാധവ് കോവളത്ത് വരുമ്പോൾ അദ്ദേഹത്തെ പോയി കാണുന്നു. അപ്പൊ സംശയം, നാഗ്പൂരിൽ നിന്നുള്ള ഓർഡറുകൾ നേരിട്ടെടുക്കുകയാണോ കേരള പോലീസിന്റെ തലപ്പത്തുള്ള ആൾ? കേരളത്തിലെ പോലീസിന്റെ സംഘപരിവാർ വൽക്കരണത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്നുള്ള ആക്ഷേപം CPI നേതാവ് ആനി രാജ ഒരിക്കൽ പരസ്യമായി പറഞ്ഞിരുന്നു. അക്കാര്യം ഇടതുപക്ഷത്തു നിന്നും മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കെ ഇവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ രഹസ്യമായി പോയി RSSന്റെ സർക്കാര്യവാഹിനെ കാണുന്നത് എന്തിനാണ്? ഇതിനകത്ത് RSSുമായിട്ട് ഒരു നീക്കുപോക്ക് വരുത്തുന്നതിൻ്റെ കാര്യം കേരളത്തിലെ ആർക്കുമില്ല. കേരളത്തിലെ വിശിഷ്യ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് അങ്ങ് ഇത് ചെയ്തൂടെ? കാരണം ഇവിടെ ബന്ധങ്ങളുള്ള ആരൊക്കെ തന്നെ തമ്മിലാണ്, എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്. അതിന് മറികട ഇപ്പോൾ തൃശ്ശൂർ വിഷയം തന്നെ, ഈ മുൾമുനെ നിർത്തുന്ന ഈ വിഷയം പൂരം കലക്കിയതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഈ TN പ്രതാപൻ്റെ വോട്ടുകൾ എങ്ങോട്ട് പോയി? അവിടെ CPMനോ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുകയാണ് ചെയ്തത്. VS സുനിൽകുമാറിന് വോട്ട് കൂടുകയാണ് ചെയ്തത്. ആ സമയം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കോ 78,000-ലധികം വോട്ട് പോയത്. എന്നിട്ട് പൂരം കലക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്സവം കലങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പോകുന്നതാണ്. അത്രയുള്ളൂ തൃശ്ശൂരിലെ ജനതയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ വിളിക്കുന്നവരുടെ വൈകാരിക വിഷയങ്ങൾ ഇലക്ഷന് തൊട്ട് മുമ്പ് വന്നാൽ അതൊക്കെ ഇലക്ഷനെ സ്വാധീനിക്കാം. ഇവിടെ തൃശ്ശൂരിൽ മത്സരിച്ച CPIയുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തന്നെ പൂരം കലങ്ങിയതിനെ കുറിച്ച്, പോലീസിനെ കുറിച്ച് വലിയ ആക്ഷേപം ഉന്നയിക്കുന്നു. ഒന്ന്
പിന്നെ CPM-ന്റെ MLA ആയ PV അൻവറാണ് പറഞ്ഞത് തൃശൂർ പൂരം കലക്കിയതാണ് എന്ന്. തൃശൂർ പൂരം കലക്കിയത് അങ്കിത് അശോകൻ എന്ന പോലീസ് ഇൻസ്പെക്ടർ, പോലീസ് SP മാത്രമല്ല, സൂപ്രണ്ട് മാത്രമല്ല, അദ്ദേഹം ഒരു താഴ്ന്ന നിലയിലുള്ള IPS ഉദ്യോഗസ്ഥൻ മാത്രമല്ല, മുകളിൽ നിന്നാണ് ഇതിന്റെ ആസൂത്രണം എന്ന് പറഞ്ഞത് CPM-ന്റെ MLA ആണ്. നമ്മൾ എന്തിനാണ് CPM-ന്റെ MLA-യും CPI-യുടെ സ്ഥാനാർത്ഥിയെയും ഒക്കെ അവിശ്വസിക്കേണ്ടത്? ഇതിനകത്ത് അവിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഫാക്സിനെ ഫാക്സ് ആയിട്ട് കാണുക എന്നുള്ളതേ ഉള്ളൂ വിഷയം. ഇതിനകത്ത് എന്താണ് യാഥാർത്ഥ്യത്തിൽ നടന്നത്, എങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചത്, അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ മുന്നിലില്ലേ എങ്ങനെയാണ് ജയിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രിവിയൽ ഇഷ്യൂ കൊണ്ടാണോ സുരേഷ് ഗോപി ജയിച്ചു വന്നത്? നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള ഈ മറ്റു പലരും പറയുന്നതാണ് പോലെ ഞാൻ അരിയാഹാരം മാത്രം കഴിക്കുന്ന ആളല്ല, ഞാൻ ചപ്പാത്തിയൊക്കെ ഇടയ്ക്ക് കഴിക്കും, എന്നാൽ പോലും ഒരു മലയാളിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് അവിടുത്തെ ഇലക്ട്രൽ പാറ്റേൺ എടുത്ത് മാത്രം പരിശോധിച്ചാൽ പോരെ. പിന്നെ ഇങ്ങനെ ഒരു ഉത്സവം കലക്കി എന്നൊക്കെ പറയുന്ന അഥവാ കലങ്ങിയിട്ടുണ്ടെങ്കിൽ പരിചയക്കുറവുള്ളൊരു ഉദ്യോഗസ്ഥൻ, പൂരവുമായി പരിചയക്കുറവുള്ളൊരു ഉദ്യോഗസ്ഥൻ അത് ഹാൻഡിൽ ചെയ്തതിനകത്ത് ചില വിഷയങ്ങളാണ്. പിന്നെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ സിറ്റുവേഷനാണ്. കുറ്റിങ്ങൾ നടയിൽ നമ്മളൊരു ഭീകരമായ ദുരന്തം കണ്ടാണ്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരുപക്ഷെ ഒരു കടന്ന് എടുത്തിട്ടുണ്ടാവും. പിന്നെ VS സുനിൽകുമാർ അതിനെ വികാരപരമായിട്ടാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പരാജയം അക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പരാജയപ്പെടുത്തിയതാണ്. ആരാണ് പരാജയപ്പെടുത്തിയത്, ആരൊക്കെ തമ്മിലായിരുന്നു ബാന്ധവം, എങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്, അവിടെ കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നത്, പത്മജ വേണുഗോപാലിൻ്റെ BJP-യുടെ പോക്ക് എങ്ങനെ സ്വാധീനിച്ചു, ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു ഒറ്റ പൂരത്തിൻ്റെ പോയിന്റിൽ ഇവിടെ എന്തോ നീക്കുപോക്ക് നടന്നു, ഇവിടെ എന്തോ അന്തർധാരകളുണ്ട്, അത് പുകമറ സൃഷ്ടിക്കലാണ്. അത് കൃത്യമായിട്ട് ഒരു അജണ്ടയുടെ അന്തർധാര ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ലോ ആൻഡ് ഓർഡർ ADGPക്ക് RSS-ഉമായിട്ട് എന്ത് ചർച്ച എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീ പ്രമോദ് പുഴങ്കര, RSS അധികാരമില്ലാത്ത സ്ഥലങ്ങളിലും മറ്റധികാര സ്ഥാപനങ്ങൾ വഴി ഭരണം നടത്താറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ RSS ഉയർത്തിയ വടിവാളുകൾക്കിടയിലൂടെ നടന്നിട്ടുള്ള പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ RSS-ന് പരോക്ഷമായെങ്കിലും ഒരു സ്വാധീനം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണത്തിനോ ഉണ്ടാവുക എന്ന് പറയുന്നത് അസംഭവ്യമാണെന്നാണ് എല്ലാവരും കരുതുക. എന്ന് മാത്രമല്ല BJP-ക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് RSS-ന്റെ സർക്കാര്യവാഹും RSS-ന്റെ ജനറൽ സെക്രട്ടറിയും BJP-യിലേക്ക് RSS കൊടുത്തിട്ടുള്ള നിയോഗിച്ച സംഘടനാ സെക്രട്ടറിയും ഒക്കെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കാണുകയും പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ബ്രീഫ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അഭൂതപൂർവമായ സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു? ഇവർക്ക് എന്തായിരിക്കും RSS നേതൃത്വവുമായി സംസാരിക്കാനുള്ളത്? RSS നേതൃത്വവുമായിട്ട് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സംസാരിക്കാനുള്ളത് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് RSS-ന്റെ പരിപാടികൾ, RSS-ന്റെ രാഷ്ട്രീയ അജണ്ട, RSS-ന്റെ വർഗീയ അജണ്ട, RSS-ന്റെ രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പരിപാടി എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് എന്നുള്ളതിന് എങ്ങനെ കേരളത്തിലെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള സർക്കാർ സംവിധാനത്തെ ഉപയോഗിക്കുമെന്നുള്ള പരിപാടിയാണ് സംസാരിക്കാനുള്ളത്. മറ്റൊന്ന്, കേരളത്തിലെ നിലവിലെ സർക്കാരിന് RSS-ഉമായി നടത്താവുന്ന ഒത്തുതീർപ്പുകളോ ഇടപാടുകളോ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കണം RSS നേതാക്കളുമായിട്ട്, RSS-ന്റെ ഭാരവാഹികളുമായിട്ട് സർക്കാരിൻ്റെ വിശ്വസ്തരെന്ന് മറ്റൊരു തരത്തിൽ അറിയപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് നടപ്പാക്കാനുള്ളത്. ഇത്തരത്തിലുള്ള രണ്ട് സാധ്യതകളാണ് ഇതിലുള്ളത്. നമുക്ക് ഈ RSS-ന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം, സർക്കാർ സംവിധാനത്തിൽ നുഴഞ്ഞു കയറുകയും പ്രത്യക്ഷത്തിലും പരോക്ഷമായുമുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്യുക എന്നുള്ളത് RSS-ന്റെ ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ചും സായുധ സേനകളിൽ ഉണ്ടാവുക എന്നുള്ളത് RSS-ന്റെ കൃത്യമായൊരു അജണ്ടയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ സൈനിക സ്കൂൾ, മിലിറ്ററി സ്കൂൾ സ്ഥാപിക്കുന്നത് BS മുഞ്ചെ അടക്കമുള്ള RSS-ന്റെ അന്നത്തെ താത്വികാചാര്യന്മാരുടെയും അവരുടെ പരിപാടി നടപ്പാക്കുന്നവരുടെയും ഒരു അജണ്ടയായിരുന്നു മിലിറ്ററി സ്കൂൾ സ്ഥാപിക്കുക എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ തന്നെ മിലിറ്ററി സ്കൂളുകൾ, സായുധ സേനയിലേക്ക് ആളുകളെ തയ്യാറാക്കുന്ന, കുട്ടികളെ തയ്യാറാക്കുന്ന തരത്തിലുള്ള സൈനിക സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള പരിപാടി RSS നടപ്പിലാക്കി തുടങ്ങിയത് നാം കണ്ടു. ഇത് വളരെ കൃത്യമായി ഇങ്ങനെ സൈനിക സേവനത്തിലേക്ക് തങ്ങളുടെ കേഡറുകളെ, സായുധ സേനകളിലേക്ക് തങ്ങളുടെ കേഡറുകളെ കയറ്റിയിരുത്തുക, അങ്ങനെ തങ്ങളുടെ പരിപാടികളിലേക്ക് പരിപാടികൾ പൊതുസമൂഹത്തിൽ നടപ്പാക്കുന്നതിന് അവരെ ഒരു ആയുധമാക്കുക എന്നുള്ളത് RSS-ന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. നമ്മൾ ഈ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അഗ്നിവീർ പദ്ധതി എന്ന് പറഞ്ഞ് നടപ്പാക്കിയ ഒന്ന് എന്ന് പറയുന്നത് സൈന്യത്തിലേക്ക് താൽക്കാലികമായ വളരെ കുറച്ചു കാലത്തേക്ക് മാത്രം സൈനികരായിട്ട് നിയോഗിക്കുകയും അങ്ങനെ സൈനിക പരിശീലനം കിട്ടുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും അവർ തിരിച്ചു വന്ന് ഒരു തരത്തിൽ ഈ RSS-ന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഫുഡ് സോൾജേഴ്സ് ആയിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ഒരു അപകടത്തെ കൂടിയാണ് RSS ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇത്തരത്തിൽ വളരെ കൃത്യമായി സൈനിക മേധാവികളെ, സൈനിക ഉദ്യോഗസ്ഥരെ RSS-ന്റെ ഭാഗമാക്കുക, അവർ വിരമിച്ചതിന് ശേഷം അവരെ മന്ത്രിമാരാക്കുക, അവരുടെ പരിപാടികളിലേക്ക് കൊണ്ടുവരിക, എന്തിനേറെ
സിവിലിയൻ ഭരണകൂടവുമായിട്ട് കൃത്യമായ ഒരു വ്യത്യസ്തത പാലിച്ചിരുന്ന സേന യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ ജമ്മു കാശ്മീരിൽ ചർച്ച സംഘടിപ്പിക്കുന്ന തലത്തിലേക്ക് വരെ അത് എത്തിയിരുന്നു. ഇനി കേരളത്തിലൊരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു RSSനെ പോലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തിയുമായിട്ട് വർഗീയ സംഘടനയുമായിട്ട് കേരളത്തിലെ ഉന്നത പൊസിഷനിലിരിക്കുന്ന ഉന്നത പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ റാമാധവും ദത്താത്രേയും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അതിന്റെ സംഘടനാ സെക്രട്ടറിയുമൊത്ത് യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ അതറിയാതിരിക്കാൻ മാത്രം നിഷ്ക്രിയമാണോ കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം എന്നുള്ളത് ഒന്ന്. അതറിഞ്ഞ വഴിക്ക് കേരളത്തിലെ രാഷ്ട്രീയ അങ്ങനെ അറിഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന്മേൽ നടപടിയെടുക്കുകയും നിങ്ങൾ എന്തിനാണ് പോവുകയും എന്ന് ചോദിക്കുകയും അതിന്മേൽ ഈ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതിന് പകരം അയാളെ തങ്ങളുടെ വിശ്വസ്തനാക്കി പിന്നെയും കൊണ്ടു നടക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ആൻഡ് മാഫിയ കേരളത്തിൽ വഴിയൊരുക്കുന്നത് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുന്നതിനാണ് എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്നുകൂടിയുണ്ട്. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ, കേരളത്തിലെ ഭരണ സംവിധാനത്തെ എങ്ങനെയാണ് ഈ നിഷ്ക്രിയത്വത്തിലൂടെ ഈ മാഫിയ സംഘത്തിന്റെ നടത്തിപ്പിന് വേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നടക്കം ലഭിക്കുന്നതിന് വേണ്ടി RSSും ഈ രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ സജ്ജമാക്കുന്നത്. ഇതിന്റെ നമുക്കറിയാം ശ്രീ എം എന്ന് പറയുന്ന കക്ഷിയും ഈ CPM നേതൃത്വവും RSS നേതൃത്വവും തമ്മിൽ നടന്ന ഇടപാടുകളുടെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ്. അതിനുവേണ്ടി ശ്രീ എമ്മിന് സർക്കാരിന്റെ എത്രയോ 4 ഏക്കർ ഭൂമിയോളം എഴുതി കൊടുത്ത് എല്ലാം നമുക്കറിയാം. ഈ രാഷ്ട്രീയ പ്രശ്നത്തിന് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ RSS നേതാക്കൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, രാഷ്ട്രീയ പ്രശ്നത്തിന് ഉത്തരം നൽകാതെ അതിൽ നിന്നും അതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരു സംസ്ഥാന പാർട്ടി സെക്രട്ടറി CPM-നുണ്ടാവുക എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം AKG സെന്ററിൽ മരിച്ചു കിടക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ശരി, ഓക്കെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ADGP MR അജിത് കുമാർ RSS സർക്കാര്യവാഹുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് VD സതീശൻ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു. നിഷേധിച്ചാൽ തെളിവ് തരാമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് പിറ്റേന്ന് തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. മെയ് 22-ാം തീയതിയിലെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്, തൃശ്ശൂരിൽ നടന്ന കൂടിക്കാഴ്ച എന്ന് പറയുന്നത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, തൃശ്ശൂരിൽ ദത്താത്രേയ ഹൊസബലയെ കണ്ടത് മാത്രമല്ല, രാം മാധവ് കോവളത്ത് വന്നപ്പോൾ അവിടെ പോയി രാം മാധവുമായിട്ടും ഈ ADGP സംസാരിച്ചിട്ടുണ്ട്. ഇത് ADGPയുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കുമോ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കരിയർ സെറ്റിന്റെയോ പ്രതിഫലനമായിരിക്കുമോ, അതോ അതിനും അപ്പുറത്തുള്ള മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? അഭിലാഷ്, ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം, ഇവിടെ കുറേ കാലമായി ഈ CPM-ന്റെ ചർച്ചയ്ക്ക് വരുന്ന പ്രതിനിധികളെ കാണുന്നില്ല. അനിൽകുമാറും അരുൺകുമാറും ഒക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. കുറേ നാളെ കണ്ടിട്ട് അവരെയൊക്കെ ഒന്ന് കണ്ടുകിട്ടിയേക്കും മതിയായിരുന്നു. ആരെങ്കിലും കണ്ടുകിട്ടുന്നവർ ഇത് ഏതെങ്കിലും ഒരു ചാനലിലൊന്ന് എത്തിക്കണം. ഏതായാലും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അവരുടെ ആവശ്യമില്ല. ഇവിടെ ഗോപാലകൃഷ്ണൻ ഉള്ളതുകൊണ്ട് ഇപ്പം അത് പരിഹരിക്കപ്പെട്ടു പോകും. കാരണം ഇവിടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ RSSും CPM-ഉം ഒന്ന് തന്നെയാണല്ലോ. ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളായപ്പോൾ പിന്നെ അവരിലാരെങ്കിലും ഒരാൾ മതി എന്നുള്ളതുകൊണ്ടായിരിക്കാം ശ്രീ ഗോപാലകൃഷ്ണൻ വന്നപ്പോൾ അവർ വരാതിരിക്കുന്നത്. ഏതായാലും വരട്ടെ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യം, ഇവിടെ എനിക്ക് മുമ്പ് ഇടതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ ഒരാളോട് പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് RSS മേധാവികളെ നമ്മുടെ ADGP, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര നിരുത്തരവാദപരമായ പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതാണ് സ്റ്റാൻഡെങ്കിൽ മുഖ്യമന്ത്രി തുറന്നു പറയണം. ഇതാണ് നിലപാടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തുറന്നു പറയണം. ഇവിടെ ADGP ഇങ്ങനെ പോയി കണ്ടിരിക്കുന്നു. ഇത്രയും കാലമായിട്ടും ആരും അത് സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഇന്റലിജൻസിൻ്റെയും ഒക്കെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് പൂഴ്ത്തി വെച്ചു. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അതിൽ ഉത്തരമുണ്ട്. ഇവിടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് പോയിട്ടുള്ളതെങ്കിലും മുഖ്യമന്ത്രി ആ നിമിഷം നടപടിയെടുക്കണ്ടേ? മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? കാരണം മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടിയാണ് ഈ RSS നേതാക്കന്മാരെ ഈ ADGP കാണാൻ പോയിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ചോദ്യം, ഇത്രയും കാലമായി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ട് മുഖ്യമന്ത്രി പൊതുമണ്ഡലത്തിൽ ഇത് പറയാതിരുന്നത് എന്തുകൊണ്ട്? പാർട്ടി സെക്രട്ടറി ഇന്നലെയും പറഞ്ഞത് പോയെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നത്, പോയോ പോയില്ലെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം മറുപടി പറയാത്ത എന്തുകൊണ്ട്? ഗതികെട്ടപ്പോൾ ADGP തന്നെ പരസ്യമായി സമ്മതിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? പോയി സംസാരിച്ചത് എന്തെല്ലാം വിഷയങ്ങളെ സംബന്ധിച്ചാണ്? ഇതിന് ആരാണ് ചുമതലപ്പെടുത്തിയത്? ഇവിടെ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരിഹരിക്കുന്നതിന് വേണ്ടി RSSന്റെ ദേശീയ നേതാക്കന്മാരെ കണ്ടു. RSSന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ADGP പോയി കണ്ടെങ്കിൽ ആരാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്? എന്തായിരുന്നു ലക്ഷ്യം? അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. ഇവിടെ നമുക്കറിയാം, നേരത്തെ ലോക്നാഥ് ബെഹ്റ ഇരുന്നപ്പോൾ മുതൽ കേന്ദ്ര സർക്കാരുമായി BJP സർക്കാരുമായിട്ടുള്ള ബാന്ധവം നമുക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ തുടർച്ചയായി
അതിൻ്റെ പിന്മുറക്കാരനായി ഈ അജിത് കുമാർ മാറിയിരിക്കുന്നു. അദ്ദേഹം മാറുമ്പോൾ ഇവിടെ പിന്നെ പ്രമോദ് പുഴക്കാർ പറഞ്ഞു, സ്ത്രീയെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഓർഗനൈസറിൻ്റെ ചുമതലക്കാരനായിരുന്ന ബാലശങ്കർ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അഭിലാഷേ. താങ്കൾ കുറച്ചുകൂടി പുറകോട്ട് പോകണം. ശബരിമല വിഷയം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? ആ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് അവിടെ ചെറുത്തുനിൽപ്പുണ്ടായതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ അവിടെ പോലീസിൻ്റെ വയർലെസ് സെറ്റ് ഉൾപ്പെടെ പിന്നെ വത്സൻ തില്ലങ്കരിക്ക് കൊടുത്തു അല്ലേ? അദ്ദേഹം അവിടെ പോലീസിൻ്റെ വയർലെസ് സെറ്റ് ഉപയോഗിച്ച് ഇത്തരത്തിൽ ആളുകളെ നിയന്ത്രിക്കുന്ന നമ്മൾ കണ്ടു. അതൊന്നും നമ്മൾ മറന്നു പോകരുത്. അന്നും ഈ ADGP അവിടെ ഉണ്ട്. അന്നും ഈ നമ്മുടെ പിന്നെ എന്താണ് പേര്, ശ്രീ അജിത് കുമാർ അവിടെ ഉണ്ട്. അപ്പോൾ പോലീസ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ RSSന് കീഴ്പ്പെട്ടിരിക്കുന്നു. നമ്മൾ പലതും മറന്നു പോകും. ഞാൻ പറഞ്ഞു തന്നോട്ടെ. അപ്പോൾ പലതും മറന്നു പോവുകയാണ്. ഇവിടെ എന്താ അടിസ്ഥാനപരമായ പ്രശ്നം? ഇവിടെ സംസ്ഥാന സർക്കാർ RSSന് വിധേയമായി അവരുടെ ഹോം ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര വകുപ്പ് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. RSSന്റെ മുതിർന്ന നേതാക്കൾ, ദേശീയ നേതാക്കന്മാരാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഇടതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞു, പരിചയക്കുറവുള്ളതുകൊണ്ടാണ് തൃശ്ശൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ അതിനകത്ത് ഇടപെട്ടതിൽ അമാന്തം ഉണ്ടായത്, അല്ലെ വീഴ്ച ഉണ്ടായതെന്ന്. അവിടെ ആ സ്പോട്ടിലുണ്ടല്ലോ ഈ ADGP. ഇത്രയും വിവാദമുണ്ടായിട്ടും ആ ക്ഷേത്രത്തിലെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ കൃത്യമായി ഇടപെടാൻ എന്തുകൊണ്ടാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കഴിയാതെ പോയത്? അവിടെ പറഞ്ഞു വരുമ്പോൾ എന്താ, ഇവിടെ ഞങ്ങൾ പറയുന്നത് അങ്ങ് മാറ്റിവെക്കുന്നേ. ഞങ്ങൾ പറഞ്ഞങ്ങ് മാറ്റിവെക്ക്. ഇവിടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഇത് ഗൗരവത്തോടു കാണുന്നു എന്ന്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് രണ്ടും ഗൗരവത്തോടെ കാണുന്നേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് PV അൻവറിന്റെ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച്, രണ്ടാമത്തേത് ഇപ്പോൾ വന്നിരിക്കുന്ന ADGPയുടെ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി കാണുന്നു എന്നാണ്. ആർജവും ഉണ്ടാവണം CPIക്ക്. അങ്ങനെ സംഭവിച്ചു എന്നും പോയി എന്നും കണ്ടുവെന്നും ADGP പരസ്യപ്പെടുത്തിയതിനു ശേഷമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗൗരവമായി കാണുന്നു. ശരി. അപ്പോൾ CPIയോടെങ്കിലും മറുപടി പറയാൻ CPM തയ്യാറാകണ്ടേ? ഘടകകക്ഷിയെങ്കിലും ബോധ്യപ്പെടുത്താൻ CPM തയ്യാറാകണ്ടേ? എന്തായിരുന്നു നിങ്ങളുടെ ദൗത്യം? അവിടെയാണ് പ്രശ്നം. കരുവന്നൂർ ഉൾപ്പെടെ ഈ തൃശ്ശൂരിലെ ഇലക്ഷൻ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെ ദേശീയ ഏജൻസികൾ. അവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം താങ്കൾ മറന്നു പോകരുത്. രാഹുൽ ഗാന്ധി പറഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരെ എല്ലാം കേന്ദ്ര ഏജൻസി വേട്ടയാടുമ്പോഴും ഈ മുഖ്യമന്ത്രിക്കെതിരെ, നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും തുടർച്ചയായി തെളിവുകൾ ഉണ്ടായിട്ടിലും ഒരു കേസിൽ പോലും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. ശരിയല്ലേ? അത് പറഞ്ഞപ്പോൾ ഇതേ അൻവറിനെ കൊണ്ട് തിരിച്ചു പറയിച്ചു. എന്താ പറഞ്ഞത്? ശ്രീ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം. അതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ മണ്ഡലത്തിൽ തർക്കമുണ്ടായപ്പോൾ, എതിർപ്പുണ്ടായപ്പോൾ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? പറഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആരോടാണ് കടപ്പാടെന്നും, മുഖ്യമന്ത്രി ഒരു RSS സംഘചാലകന് തുല്യമായി മാറിയിരിക്കുന്നു കേരളത്തിലെ പിണറായി വിജയൻ. ഒരു തർക്കവും വേണ്ട. ശരി, അതാണ് കോൺഗ്രസിന്റെ ആരോപണം. ശ്രീ വി ഗോപാലകൃഷ്ണൻ, ആദ്യമായി കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് MLA-മാരൊന്നും നിയമസഭയിൽ ഇല്ലെങ്കിലും ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് ഞങ്ങളുടെ ഒരു കഴിവായിട്ട് അങ്ങ് കണക്കൂട്ടിക്കോ. അതുകൊണ്ടല്ലേ അഭിനന്ദനം പറഞ്ഞത്. ഞാൻ അതിനാണല്ലോ കൺഗ്രാസ്. അതെ. എന്തായാലും ഞാൻ ആദ്യം ഒരു കാര്യം, എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തിനാ ഇത്ര വലിയ ഒച്ചപ്പാടും ഇത്ര വലിയ ബഹളവും ചാമക്കാലും ഒക്കെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ചാമക്കാല പറഞ്ഞതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. മിസ്റ്റർ ചാമക്കാല, കേരളത്തിൻ്റെ ഉള്ളിൽ ഇവിടെ വി ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നതുകൊണ്ട് CPM പ്രതിനിധി വേണ്ട. പക്ഷേ ഈ കേരളത്തിന് വിന്ധ്യന് വടക്കോട്ട് CPM-കാരില്ലല്ലോ. CPM-കാരെ വെച്ചുകൊണ്ട് CPM-കാർക്ക് പകരമായിട്ട് ഇവിടെ വി ഗോപാലകൃഷ്ണനാണെന്ന് പറഞ്ഞ നിങ്ങൾ ഈ കർണാടകയ്ക്കപ്പുറത്ത് രാഹുൽ ഗാന്ധിയാണല്ലോ CPM-ന് വേണ്ടി സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യവും തൻ്റെ ഇടവും മാന്യതയും രാഷ്ട്രീയ മാന്യതയും ഉണ്ടെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവനും RSSനെതിരെ സംസാരിക്കുകയാണ്. അപ്പോൾ അതേ രാഹുൽ ഗാന്ധി, RSSനെതിരെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി, ഇവിടെ RSS ആണ് കേരളത്തിൻ്റെ ഭരണം, RSSൻ്റെ കയ്യിലാണ്. കേരളത്തിൻ്റെ പോലീസ് RSSൻ്റെ കയ്യിലാണ്. കേരളത്തെ നിയന്ത്രിക്കുന്നത് RSSൻ്റെ കയ്യിലാണെങ്കിൽ ഈ CPM-നെ നിങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ആദ്യം പുറത്താക്ക്. ഈ കാര്യം പറഞ്ഞിട്ട് അത് കാണിക്കാനുള്ള തൻ്റെ ഇടമില്ലാതെ, അത് പറയാൻ ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കാനുള്ള ഒരു രാഷ്ട്രീയ മാന്യതയില്ലാതെ ഇവിടെ വന്ന് ഈ ചർച്ചയിൽ ഗോപാലകൃഷ്ണൻ CPM-ന് പകരമാണെന്നൊക്കെ പറയുന്നതിന് എനിക്കൊരു വിരോധവുമില്ല. നിങ്ങൾക്ക് പറഞ്ഞോളൂ, അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്.
നിരർത്ഥകമായ യാതൊരു കാര്യവുമില്ലാത്ത ഒരു ആരോപണം, വെറും ഉണ്ടയില്ലാത്ത ഡബിൾ വെടിയാണ് ഇത് നിങ്ങൾ വെക്കുന്നത്. ഞാൻ ഒരു 2-3 കാര്യം മിസ്റ്റർ അഭിലാഷ് എനിക്ക് ചോദിക്കാനുണ്ട്. സർക്കാർ വാഹിനിയാണല്ലോ ഈ പോലീസ് മേധാവി കണ്ടു എന്ന് പറഞ്ഞത്. അതെ, യു ഡി എഫിൻ്റെ നേതാവ് കേരളത്തിൽ RSSന്റെ പരമോന്നതനായിട്ടുള്ള നേതാവിനെ കണ്ടിട്ടുണ്ടല്ലോ. പേര് പറയൂ. നിഷേധിക്കുകയാണെങ്കിൽ നിഷേധിക്കട്ടെ. പേര് പറയേ. അല്ല, പേര് പറയേണ്ട ബാധ്യത എനിക്ക് അതുകൊണ്ട് ഞാനിപ്പോ പറയില്ല. താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണത്തെ സംബന്ധിച്ച് താങ്കൾക്ക് ആർജവം ഉണ്ടെങ്കിൽ ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു. താങ്കൾ ആ പേര് പറയൂ, തെളിവ് ഹാജരാക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ ശാന്തമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടുമില്ല. അപ്പൊ നിങ്ങൾ ശാന്തമായിട്ടിരിക്കേ. പക്ഷേ അങ്ങനെ ബഹളം വെക്കണ്ട. കേരളത്തിലെ ഞാൻ പറഞ്ഞു പോയിട്ടില്ലല്ലോ, ഞാൻ ഈ ചർച്ചയിലുണ്ടല്ലോ. ശരി, നിങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഓടിപ്പോയിട്ടില്ലല്ലോ. നിങ്ങൾ കിടന്ന് ബഹളം വെക്കല്ലേ. യു ജസ്റ്റ് ചോദിച്ചും പറഞ്ഞല്ലോ. താങ്കൾ പറയൂ, നമുക്ക് തീർന്നു പോവാം. വേണ്ട മിസ്റ്റർ, നിങ്ങൾ മിണ്ടായിരിക്കും അവിടെ. അങ്ങനെ തീർക്കണ്ട, ഞാൻ സംസാരിക്കട്ടെ. സംസാരിക്കാം. അങ്ങനെ മര്യാദ പഠിപ്പിക്കണ്ട. ഒരു UDFന്റെ നേതാവ് RSSന്റെ നേതാവിനെ കണ്ടു. താങ്കൾ ആദ്യത്തോടി താങ്കൾ BJPയുടെ പ്രതിനിധിയാണെങ്കിൽ താങ്കൾ പറയുന്ന ആരാണെന്ന് ചുമ്മാ പറഞ്ഞു പോയാൽ മതിയോ? താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചാണ്, അതിന് ഉത്തരം ഉണ്ടെങ്കിൽ അഭിലാഷ് അയാളോട് മിണ്ടാണ്ടിരിക്കാൻ പറ. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അല്ലല്ല, എന്റെ നേതാക്കന്മാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഞാൻ മിണ്ടായിരിക്കാൻ താങ്കളാരാ? UDFന്റെ നേതാക്കന്മാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ അത് കേട്ടോണ്ട് പോകുന്ന ആളല്ല ഞാൻ. മനസ്സിലായില്ലേ? നിങ്ങളൊന്നും മിണ്ടാതിരുന്നാ ഞാൻ പറയാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മിണ്ടാതിരുന്നാ ഞാൻ പറയാം. പറയൂ. അല്ല, UDFന്റെ നേതാവിന്റെ പേര് ഞാൻ പറഞ്ഞ നിങ്ങൾ എന്തു പറയും? നിങ്ങൾ തെളിവ് ഹാജരാക്കണം. അറിയണല്ലോ. നേതാവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു ഞാൻ. പറയട്ടെ. ഞാൻ തെളിവ് ഹാജരാക്കിയാൽ നിങ്ങൾ ക്ഷമ പറയോ? ഞാൻ ഈ പറഞ്ഞതിനൊക്കെ പൊതുവായിട്ട് നിങ്ങൾ ക്ഷമ പറയോ? തെളിവ് ഹാജരാക്കുന്നേ താങ്കൾ. തെളിവ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ക്ഷമ പറ. ഞാൻ ഗോപാലകൃഷ്ണൻ UDFന്റെ നേതാക്കന്മാർ BJPയുമായി ബന്ധപ്പെട്ടു. താങ്കൾ പേര് പറയുമ്പോൾ ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ താങ്കളുടെ ബാക്കി മക്കറിയാം. താങ്കൾ ആദ്യം പേര് പറയുന്നേ, പേരും തെളിവ് ഹാജരാക്കൂ, നമുക്ക് ആലോചിക്കാം. നിങ്ങളൊന്ന് ദൈവത്തെ ഓർത്ത് നിങ്ങൾ അഭിലാഷ് അയാളോടൊന്നും മിണ്ടായിരിക്കാൻ പറയുന്നത് ഞാൻ സംസാരിക്കാം. എനിക്ക് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. താങ്കൾ പേര് പറഞ്ഞ ആ തർക്കം അവിടെ കഴിഞ്ഞില്ലേ? തെളിവിന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. പേര് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താ? അദ്ദേഹം ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ പറയുന്നത്. ഞാൻ ഈ ചർച്ച പറഞ്ഞിട്ടില്ല. ഞാൻ ഒറ്റ കാര്യമാണ് പറഞ്ഞത്. UDFന്റെ നേതാവ് സർസംഘചാലക്, RSSന്റെ പരമോന്നത സർസംഘചാലകുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചത് നിഷേധിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം നിഷേധിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് UDFന്റെ ആളുടെ പേര് പറയണം. ഞാൻ പേര് പറയാം, ഞാൻ തെളിവും പറയാം. അങ്ങനെ പറഞ്ഞാൽ താങ്കൾ മാപ്പ് പറയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി താങ്കൾ മാപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല, മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആ പേര് പറയാം. താങ്കൾ മാപ്പ് പറഞ്ഞാലും മാപ്പ് പറഞ്ഞില്ലെങ്കിലും ബഹളം വെച്ചാലും വിരോധമില്ല, പേര് പറയാം. RSSന്റെ സർസംഘചാലക് CP ജോൺ എന്ന് പറയുന്ന UDFന്റെ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കേ, എന്നിട്ട് ഞാൻ പിന്നെ പറയാം. അതുണ്ടോ ഇല്ലയോ നിങ്ങൾ ആദ്യം പോയിട്ട് CP ജോണിനെ ഒന്ന് വിളിച്ച് ചോദിക്കും. CP ജോണിനെ സർസംഘചാലക് വീട്ടിൽ പോയി കണ്ടു. ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലോ. നിങ്ങൾ അന്വേഷിക്ക്. ഞാൻ പേര് പറയാനല്ലേ പറഞ്ഞേ. അയാൾ UDF നേതാവല്ല എന്ന് നിങ്ങൾക്കുണ്ടോ? ഒന്നുമില്ല. അയാൾ UDF നേതാവല്ല എന്ന ആരോപണം നിങ്ങൾക്കുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ ചാമക്കാല ഒരു കാര്യം ചെയ്യാം. ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യമല്ലേ? നിങ്ങൾ പേര് പറയാൻ പറഞ്ഞു, ഞാൻ പേര് പറഞ്ഞു. അപ്പൊ മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ. എന്റെ സമയമല്ലേ?
ഇത് എന്റെ സമയമല്ലടോ, എന്റെ സമയമല്ലേ, ഞാൻ സംസാരിക്കട്ടെ. ഇതൊന്നും മര്യാദ വേണം. ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ. ഇതൊന്നും മര്യാദ. ഫോണിൽ ഇതിനിടയിൽ ശ്രീ ഗോപാലകൃഷ്ണൻ കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് നമുക്ക് CP ജോണിനെ കിട്ടുമോ? അതിനിടയ്ക്ക് അത് അദ്ദേഹം CP ജോണുമായിട്ട് സംസാരിക്കുകയോ അഭിലാഷ് CP ജോണിനോട് ചോദിക്കുകയോ ഒക്കെ ചെയ്തോ, എനിക്കൊരു വിരോധവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ബഹളം വെച്ചതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയേണ്ടെന്ന് വിചാരിച്ചാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ VD സതീശൻ ഇന്ന് ഒരു ചർച്ച, ഇന്ന് ഉച്ചയ്ക്ക് VD സതീശൻ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ചാമക്കാലയോടാണ് ആ കാര്യം ചോദിക്കാനുള്ളത്. VD സതീശൻ പറഞ്ഞു, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വേണമെങ്കിൽ റീപ്ലേ ഇട്ട് കണ്ടോളൂ കേട്ടോ, റീപ്ലേ ഇട്ട് കണ്ടോളൂ. അത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് ജയിക്കുന്ന കക്ഷി എന്ന നിലയിൽ സുനിൽ കുമാറിന് പോയി. ഇതെന്ന് VD സതീശൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥി സുനിൽകുമാർ ആണ് എന്ന് നേരത്തെ നിങ്ങൾ തീരുമാനിച്ചിരുന്നോ? നിങ്ങൾ മുരളീധരനെ തോൽപ്പിക്കാനാണോ നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയത്? VD സതീശൻ്റെ പത്രപ്രസ്താവന, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വരികളാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ വോട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിയായി സുനിൽകുമാറിന് പോയി. അപ്പം മുരളീധരനെ നിർത്തിയത് നിങ്ങൾ തോൽപ്പിക്കാനാണോ? എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, VD സതീശൻ വന്നിട്ടില്ലേ RSSുമായി ബന്ധപ്പെട്ട സ്ഥലത്ത്? VD സതീശൻ വന്നിട്ടുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ താങ്കൾ പറഞ്ഞ കാര്യത്തിലുള്ള ഒരു മറുപടി CP ജോൺ, ഇപ്പൊ ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ RSS സർസംഘചാലക് താങ്കളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്ന് ശ്രീ B ഗോപാലകൃഷ്ണൻ പറയുകയായിരുന്നു. ശരിയാണോ? മോഹൻ ഭാഗവത് താങ്കളുടെ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ടോ? മോഹൻ ഭാഗവത് എന്റെ വീട്ടിൽ വന്നിട്ടില്ല. 2004 20 വർഷം മുമ്പ്, ഹലോ കേക്കാം, 20 വർഷം മുൻപ് RSSന്റെ സർസംഘചാലക് സുദർശൻ ഒരു സെമിനാറിൽ, അന്നത്തെ സർസംഘചാലക് സുദർശൻ. അപ്പൊ അദ്ദേഹം പങ്കെടുത്ത സെമിനാർ നമ്മുടെ വെള്ളവുമായി ബന്ധപ്പെട്ട നദികളുടെ സംയോജനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തി. ആ സെമിനാർ നടന്നത് അനന്തപുരം എന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറാണ്. അപ്പൊ അതിൽ പ്ലാനിംഗ് ബോർഡ് അംഗമെന്ന രീതിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പൊ ഞാനവിടെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് എന്റേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. യോഗം കഴിഞ്ഞപ്പോ സുദർശൻ, അതായത് സർസംഘചാലക് പറഞ്ഞു, എനിക്ക് പ്ലാനിംഗ് ബോർഡ് മെമ്പറെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ RSSന്റെ ഭാരവാഹികൾ പറഞ്ഞു, നമുക്ക് അദ്ദേഹം വിളിച്ചാൽ ചിലപ്പോൾ വരും, ഇവിടെ വന്നല്ലോ എന്ന് പറഞ്ഞു. അതല്ല, എനിക്ക് വീട്ടിൽ പോയി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട ആൾക്കാര്, പിന്നെ സേതുവായിട്ടടക്കമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോ ഞാൻ ഉടനെ തന്നെ, അതിപ്പോ എന്തായാലും പ്രസക്തമാണത്, അദ്ദേഹം വരുന്നുണ്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയോടും അന്നത്തെ എന്റെ പാർട്ടിയുടെ സെക്രട്ടറിയും മന്ത്രിയുമായിരുന്ന MVRനോടും ഞാൻ പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹം വരുന്നുണ്ട്, ഇത്ര മണിക്ക് വീട്ടിലെത്തും എന്ന് പറഞ്ഞു. അത് പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇവിടെ വന്നിട്ട് ജലം എങ്ങനെയാണ് മിതമായി ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു ക്ലാസ് തന്നെ എടുത്തു. അത് വരൾച്ചയുള്ള കാലമായിരുന്നു, നമ്മുടെ കേരളത്തിൽ വരൾച്ച വരുന്നുള്ള ഒരു നിലവിലുള്ള കാലമായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് റൂട്ട് ലെവൽ ഫെർട്ടിഗേഷൻ നടത്തേണ്ടതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വിശദമായ കത്തുകൾ എനിക്ക് അയച്ചിരുന്നു, ഞാനും അതിന് മറുപടി അയച്ചിരുന്നു. അതിനുശേഷം പിന്നെ ബന്ധമില്ല. അദ്ദേഹം മരിച്ച സമയത്ത്, ഇതൊരു രഹസ്യമൊന്നുമല്ല, ഞാൻ എഴുതിയ അനുസ്മരണ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തെക്കുറിച്ചും ആ സംഭവത്തെക്കുറിച്ചൊക്കെ എഴുതിയിരുന്നു. ഇതാരോ പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ ഗോപാലകൃഷ്ണൻ ഇപ്പോഴായിരിക്കും അറിഞ്ഞത്. എന്തായാലും ഈ മോഹൻ ഭാഗത്തിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സുദർശൻജി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം 1 മണിക്കൂർ സമയം എന്റെ വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു.
പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ അയച്ചിരുന്നു. ഔദ്യോഗികമായി തന്നെ ഞാൻ കത്തയച്ചിരുന്നു. അത് ആ മെത്തേഡ് ഇനി ഒന്നും കൂടെ പറയാം. വടകരപ്പതി പഞ്ചായത്തിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ ഈ റൂട്ട് ലെവൽ ഫെർട്ടിഗേഷന്റെ വളരെ ലളിതമായ ഒരു മെത്തേഡ്, നമ്മൾ കപ്പയ്ക്കെല്ലാം തടമെടുക്കുമ്പോൾ അതിന്റെ റൂട്ടിൽ മാത്രം നനയ്ക്കുന്ന ഒരു മെത്തേഡ് അദ്ദേഹം പറഞ്ഞു തന്നത് പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. വ്യക്തമാണ്, വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ സി പി ജോൺ. ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് താങ്കളെ വിളിച്ചത്. വളരെ ക്ലിയർ ആണ്. വളരെ നന്ദി. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അല്ല, എനിക്ക് ശ്രീ ബി ഗോപാലകൃഷ്ണൻ അങ്ങയോട് പറയാനുള്ള ഒരു കാര്യം, ഇതിപ്പോ പരസ്യമാണ്, രഹസ്യമല്ല സർസംഘചാലക് വന്നത്. ഇവിടെ നമ്മുടെ MR അജിത് കുമാർ സ്വന്തം കാർ മാറ്റിയിട്ട് വേറെ കാറിൽ കയറി രഹസ്യമായി ഇപ്പോ ഈ ദത്താത്രേയ ഹൊസബലയെ കാണാൻ എന്തിനാണ് തലയിൽ മുന്നിട്ട് പോകേണ്ട കാര്യമുണ്ടോ? നേരെ പോയി കണ്ടാ പോരെ? ഇതേക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ADGP-യോട് നിങ്ങൾ തൃശ്ശൂർ പോയിട്ട് RSSന്റെ സർക്കാര്യവാഹിനെ കണ്ടില്ലേ എന്തിനാന്ന് ചോദിച്ചതായിട്ട് നമുക്ക് ഉത്തരവോ വിവരമോ ഒന്നുമില്ല. അല്ല, ഒരു മിനിറ്റ്. അപ്പോൾ UDF-ന്റെ നേതാവിൻ്റെ വീട്ടിൽ സർസംഘചാലക് മോഹൻ ഭഗവത് അല്ല, സുദർശൻ ജി, അന്നത്തെ സർസംഘചാലക്, രണ്ടുപേർക്കും ഒരേ പദമാണ് സർസംഘചാലക്. അദ്ദേഹമാണ് ഏറ്റവും പരമാചാര്യൻ, RSSന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ആൾ. പോയി എന്നുള്ളത് വ്യക്തമാണല്ലോ. ചാമക്കാലയ്ക്ക് ഇനി എന്തെങ്കിലും ആ കാര്യത്തിൽ സംശയം ചോദിച്ചോളൂ. രഹസ്യമാണോ പരസ്യമാണോ? അല്ല, ഞാൻ പറഞ്ഞു താൻ്റെ മിണ്ടാണെങ്കിലും എന്തൊരു കഷ്ടമാണ് പറയണേ. ഇയാൾ എന്തും മനുഷ്യൻ പറഞ്ഞ മനസ്സിലാവില്ല. എന്താ ചെയ്യാ? നിങ്ങൾ ഞാൻ മറുപടി പറയട്ടെ, ഞാൻ സംസാരിക്കല്ലേ? നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കിളി തനിക്കാ പോയത്, എനിക്കല്ല. കിളിക്ക് തനിക്കാ പോയത്, തനിക്കാ കിളി പോയത്, കിളി തനിക്കാ പോയത്, തനിക്ക് കിളി പോയി, തനിക്ക് കിളി പോയി. ഇപ്പൊ കിളി തനിക്ക് പോയി, കിളി പോയില്ലേ? കിളി പോയില്ലേ? തനിക്കാ കിളി പോയത്, എനിക്കല്ല. തനിക്ക് മതിയായി, തനിക്ക് പോയി കിളി, കിളി തനിക്ക് പോയി, കിളി തനിക്ക് പോയി, എനിക്കല്ല. UDF പോയില്ല എന്നല്ലേ പറഞ്ഞത്? UDF-ന്റെ ആരും കണ്ടില്ല എന്നല്ലേ പറഞ്ഞത്? UDF-ന്റെ ആരും കണ്ടില്ല എന്നല്ലേ പറഞ്ഞത്? കിട്ടിയില്ലേ? CP ജോണിന്റെ വീട്ടിൽ പോയത് സർസംഘചാലക് കിട്ടിയില്ലേ? ഒന്ന് പോയി പണിനോട്ട് ഭാഷ വർത്താനം പറയരുത്. എനിക്കല്ല, നിങ്ങൾക്ക് കിളി. നിക്ക് കിളിയൊക്കെ നിങ്ങളുടെ കയ്യില്. അവിടെ നാണം, തനിക്ക് നാണം വേണം, എനിക്കല്ല. UDF-ന്റെ നേതാവ് പോയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി എന്നിട്ട് പറയാ ഏത് കോണ്ടക്സ്റ്റിലാണ് അദ്ദേഹം കണ്ടതെന്നും എങ്ങനെയാ കണ്ടതെന്നും കേരളീയ സമൂഹത്തിന് മനസ്സിലായി. താങ്കൾക്ക് മനസ്സിലാകുന്നില്ല. താങ്കളുടെ തലച്ചോറ് നിങ്ങൾ എന്ത് വിവരം ഒന്ന് പോയി പണി നോക്കി മിസ്റ്റർ. ഞാനേ കോൺഗ്രസ് ഒന്നും പറയാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞത് ഒരു ഞാൻ സംസാരിക്കട്ടെ, അതല്ലേ ശരിയായിട്ടുള്ള രീതി. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, RSS-നെയും BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടപാടും യാതൊരു കാര്യവും രഹസ്യമല്ല. ഞങ്ങൾ ആരെങ്കിലും ADGP വന്നിട്ടില്ല, ADGP-യെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതേ അഭിലാഷ് മോഹന്റെ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അഭിലാഷ് മോഹനെ അടക്കം BJP-യും RSS-ഉമായി ബന്ധപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്രത്തിന്റെ 1-ാം പേജിൽ ഇന്നലെ ഞാൻ വായിച്ചതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ സുദർശന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തെ ഈ ADGP കണ്ടത് എന്താണ് സമ്മതിക്കാതിരുന്നത്? നിങ്ങൾ RSS-ന്റെ ഭാഗത്തു നിന്നൊരു നിഷേധം, ഈശ്വരന്റെ ഭാഗത്തു നിന്നുള്ള നിഷേധം ഇന്നലെ പത്രത്തിൽ വായിച്ചല്ലോ. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈശ്വരൻ പറഞ്ഞത് എന്താണെന്ന്? ഹോട്ടലിൽ പോയി കണ്ടു എന്നാണ് ആ പത്രത്തിൽ വന്നത്. ഹോട്ടലിൽ പോയി കണ്ടിട്ടില്ല, അതാണ് നിഷേധിക്കുന്നത്. RSS-ന്റെ ക്യാമ്പിൽ ആരും വരും, ADGP വരും. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു വിരോധവുമില്ല. ഞങ്ങൾ MV ഗോവിന്ദനെ അടക്കം RSS-ന്റെ ക്യാമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് രഹസ്യമായിട്ട് ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു രഹസ്യവുമില്ല. ഞങ്ങൾ നാളെ DGP-യെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഒരു ചെറിയ ഇടവേള അത്യാവശ്യമാണ്. ഇടവേള കഴിഞ്ഞതിന് ശേഷം ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക്. ജയരാജ്, നോക്കൂ, ഇപ്പോൾ സർക്കാർ മറുപടി പറയേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, വെറും ഒരു ADGP അല്ല, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ സകല ചുമതലയും കൊടുത്തിരുന്ന, പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ആളാണ് അദ്ദേഹം. ഈ സർക്കാര്യവാഹിനെ മാത്രമല്ല, രാം മാധവനെയും കണ്ടിട്ടുണ്ട്,
ഇവിടെ കോവളത്ത് വരുമ്പോഴൊക്കെ കാണാറുണ്ട്, ചർച്ച നടത്താറുണ്ട്. ഈ ചർച്ചകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ പക്കലുണ്ട്, നമ്മുടെ പക്കലേ ഇല്ലാത്തതുള്ളൂ. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ച. അപ്പോൾ സർക്കാരിനും RSSനും ഇടയിലുള്ള പാലമായി ADGP പ്രവർത്തിച്ചു എന്ന് കോൺഗ്രസോ പ്രതിപക്ഷമോ ആരോപിച്ചാൽ അവരെ എങ്ങനെയാണ് തെറ്റ് പറയാൻ കഴിയുക? തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെ വീക്ഷണകോണാണ്. കാരണം അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു ഉദാഹരണം പറയാനുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ ഗുരുജി ഗോൾവാൾക്കറിൻ്റെ, അവർ വിളിക്കുന്ന ഗുരുജി, ഞാൻ ഗുരുജി എന്ന് വിളിക്കുന്നില്ല, ഗുരുജി ഗോൾവാൾക്കറിൻ്റെ പ്രതിമയുടെ മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പടം എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ, പ്രേക്ഷകരെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിനെതിരെ കോൺഗ്രസ് പാർട്ടി എന്ത് നടപടിയെടുത്തു കോൺഗ്രസ് പ്രതിനിധി എന്നുള്ള നിലയിൽ എന്നുള്ളതിന് ഒരു മറുപടി, ചെറിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. കൊല്ലത്ത് മേയറായിരുന്ന N പത്മലോചനൻ RSSൻ്റെ ഒരു ചടങ്ങിൽ, ഇതേപോലെ ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച സഖാവാണ് ശ്രീ N പത്മലോചനൻ. CITUവിൻ്റെ സംസ്ഥാനതല നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും പാർട്ടി വെച്ചുകൊണ്ടിരുന്നില്ല. അടുത്ത ദിവസം പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കുകയാണ് ചെയ്തത്. ആർജവമുള്ള ഒരു പാർട്ടിയാണ് CPM. പത്മലോചനന്റെ കാര്യത്തിലുള്ള ആർജവം MR അജിത് കുമാറിന്റെ കാര്യത്തിലല്ല. പത്മലോചനൻ താങ്കൾ പറഞ്ഞ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട്. MR അജിത് കുമാർ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കോൺഫിഡൻസ് നേടി അവിടെ തുടരുന്നു. മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ അറിയാം MR അജിത് കുമാർ RSSുമായി ചർച്ച നടത്തുന്നത്. അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ നിന്ന് മാറ്റാൻ പോലും ഒരു തരത്തിലും കൈവിടാൻ മുഖ്യമന്ത്രി ഒരുക്കല്ല. പത്മലോചനൻ വിളക്കെത്തിക്കാൻ പോയാൽ അപ്പ പുറത്താക്കും, അതിൽ ആർജവമുണ്ട്. പക്ഷേ MR അജിത് കുമാറിന്റെ അടുത്തൂടെ പോവാൻ, രോമത്തിൽ തൊടാൻ ഈ പറയുന്ന ആർജവം ഇല്ല. അതെന്തുകൊണ്ടാണ്? പേടിയാണോ? ഒരു സിവിൽ സർവന്റിനെതിരെ നടപടി എടുക്കുമ്പോൾ സസ്പെൻഷൻ ഒന്നും വേണ്ട, ചുമതല മാറ്റാലോ. അന്വേഷണ റിപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരോപണങ്ങളുടെ പുറത്ത് ആർക്കുമെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. അതുപോലെ CP ജോൺ, ഞാൻ വളരെയധികം ഭരണതലത്തിൽ ഒരു നടപടി എടുക്കാൻ ചുമതലകൾ മാറ്റാൻ എന്ത് റിപ്പോർട്ടിന്റെ തീരുമാനം എടുത്താൽ മതിയല്ലോ. DGPയുടെ റിപ്പോർട്ട് വരട്ടെ, രാഷ്ട്രീയ തീരുമാനമൊക്കെ എടുക്കും. സമാധാനപ്പെടും. 1 മാസമാണ് സമയം ചോദിച്ചിരിക്കുന്നത്, വെയിറ്റ് ചെയ്യൂ. അതിനോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ CP ജോൺ. CP ജോൺ DYFIയുടെ ഒരു കാലത്തെ ഏറ്റവും സമുന്നതനായ നേതാക്കൾ. അതുപോലെ തന്നെ എക്കണോമിക്സിനകത്ത് അദ്ദേഹത്തിൻ്റെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വലാണ് CP ജോൺ. പക്ഷേ CP ജോൺ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം എനിക്ക് ഭയങ്കര ഫ്ലിംസി ഗ്രൗണ്ടായിട്ട് തോന്നി. കപ്പയുടെ വേരിലേക്ക് വെള്ളം തെളിക്കാൻ വേണ്ടി ഡോക്ടർ MS സ്വാമിനാഥനെ പോലുള്ള ബൊട്ടാനിസ്റ്റുകളുള്ള കേരളത്തിൽ വലിയ ശാസ്ത്രജ്ഞന്മാരുള്ള അടുത്ത് RSSൻ്റെ നേതാവ് വന്ന് പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ദഹിക്കത്തില്ല ഇത് കേൾക്കുമ്പം. അപ്പോൾ CP ജോണിനെ കാണാൻ വന്നാൽ CP ജോണിന് വെള്ളം തെളിക്കാനും RSSകാരൻ്റെ പരിപാടിക്ക് പോയി അതായത് പ്രതിപക്ഷ നേതാവ് വിളക്ക് കത്തിച്ചാൽ അത് നല്ലതും ആയിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോയതാണ് ഏറ്റവും വലിയ പാതകമായി കാണുന്നത്. എവിടെയെല്ലാം വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. ആരൊക്കെ ആയിട്ടായിരുന്നു RSSുമായിട്ട് വോട്ട് കച്ചവടം നടത്തുന്നത്? PP മുകുന്ദൻ ഉണ്ടായിരുന്ന കാലം തൊട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അഡ്വക്കേറ്റ് രത്നസിംഗിൻ്റെ സ്ഥാനാർത്ഥിത്വം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തിനേറെ പറയുന്നു, നേമത്ത് നടന്നത്, ഇപ്പോൾ തൃശ്ശൂർ നടന്നത്, ആരൊക്കെ തമ്മിലാണ് RSS ബാന്ധവം എന്നുള്ളത് UDF നേതാക്കന്മാർ എത്ര കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നാലും, എത്ര കള്ളം ജനത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നാലും ചരിത്രബോധമുള്ള മലയാളികൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോ ഈ ADGP RSS നേതാക്കളെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിന്റെ പ്രതിഫലനം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 2019 ഉണ്ടായ വോട്ടുകളുമായി ഇപ്പോഴത്തെ വോട്ട് നിലയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ VS സുനിൽകുമാറിന്റെ വോട്ട് രാജാജി മാത്യു തോമസിനെ അപേക്ഷിച്ച് കൂടിയെങ്കിൽ വലിയ ഡ്രോപ്പ് വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ടാണ്. TN പ്രതാപൻ നേടിയ അത്രയും വോട്ടുകൾ നേടാൻ K മുരളീധരന് കഴിയാതിരുന്നത് കൊണ്ടാണ് അവിടെ വലിയ തിരിച്ചടി ഉണ്ടാവുന്നത്. അപ്പോൾ വോട്ട് കുറഞ്ഞത് നിങ്ങളുടേതാണെന്ന ഫാക്ട് അവിടെ നിൽക്കുന്നുണ്ട്. RSSും CPM വോട്ട് കച്ചവടം നടത്തിയ കോൺഗ്രസിന്റെ വോട്ട് പറയോ? ഇവിടെ ഒരാൾക്കെതിരെ അനാവശ്യമായി, അല്ലെങ്കിൽ UDF നേതാക്കന്മാർക്കെതിരെ അനാവശ്യമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ആ ആക്ഷേപം ആർക്കെതിരെയാണെന്ന് വ്യക്തത വരുത്തണം എന്ന് പറയുമ്പോൾ അത് വ്യക്തത വരുത്താൻ ആദ്യം തയ്യാറാകാതിരിക്കുന്നു. പിന്നീട് സമ്മർദ്ദത്തിന് വഴങ്ങി വ്യക്തത വരുത്തേണ്ടി വരുന്നു. അദ്ദേഹത്തെ തന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം നടന്ന കാര്യങ്ങൾ അതേപടി പറയുകയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ലെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അന്നത്തെ മന്ത്രി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണെന്നും അതിനെ സംബന്ധിച്ച് പിന്നെ RSSൻ്റെ സർസംഘ് ചാലക് അദ്ദേഹം അവിടെ ചെന്നതിനെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞു, വളരെ കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടുത്തി. അപ്പോൾ പറയുന്നു ഞാൻ അവിടെ പോയി എന്നാണ് പറഞ്ഞത്. അവിടെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ അനന്തപുരി സഹകരണ സംഘം എന്ന് പറയുന്നത് അത് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്ലാനിംഗ് അംഗം പോയി നടത്തിയ പ്രഭാഷണം, അതിൽ ഉണ്ടായ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഒരാൾ പോയി കാണുമ്പോൾ
അതിനെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടി ഞങ്ങൾ പോയി കണ്ടതാണെന്നൊക്കെ പറയുന്ന ഇത്തരം നെറികെട്ട തരം താഴ്ന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് ഗോപാലകൃഷ്ണനോട് നെറുകേട് പറഞ്ഞ നിങ്ങളല്ലേ? ഞാൻ സംസാരിക്കട്ടെ, താങ്കൾ വലിയ ആവേശം കാണിച്ചല്ലോ, ഞാൻ സംസാരിക്കട്ടെ, കേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞോ, ഞാൻ പറയാത്ത പറയണേ പാർട്ടി ചേരാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്ത് മര്യാദകടെ സംസാരിക്കണം മിസ്റ്റർ? പാർട്ടി ചേരാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞോ? നിർത്ത്. പിന്നെ ഞാൻ പറഞ്ഞോ? താങ്കൾ എന്താ ഉദ്ദേശിച്ചതുകൊണ്ട്? താങ്കൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നിർത്തണില്ല. താനെന്താ അത് പോയി പറ. ഉദ്ദേശം എന്താ? ഞങ്ങളുടെ എല്ലാവരെയും പാർട്ടി ചേർക്കാനെന്ന് ഞാൻ പറഞ്ഞോ? തനിക്ക് നാണമുണ്ടോ? തനിക്ക് നാണമുണ്ടോ? ഇപ്പൊ UDF നേതാവിന്റെ പേര് പറഞ്ഞപ്പോ താൻ കിടന്നു വിളങ്ങല്ലേ? ഞാൻ പാർട്ടി ചേരുന്നില്ല. പറയാത്ത കാര്യമില്ലേ താൻ പറയണേ? മര്യാദക്ക് സംസാരിക്കും. ഒരു മര്യാദകൾ കാണിക്കരുത്. പറഞ്ഞല്ലോ. ഇവിടെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇവിടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ EP ജയരാജനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടുത്തെ പ്രഭാരി ഉണ്ടായിരുന്നല്ലോ പ്രകാശ് ജാവ്ദേക്കർ, അദ്ദേഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ കുറിച്ച് നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ നിങ്ങളുടെ ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി പുറത്തു പറഞ്ഞത്? നിഷേധിക്കാൻ കഴിയുമോ? ആ നേതാവ് പറഞ്ഞപ്പോൾ പോലും പ്രകാശ് ജാവ്ദേക്കർ ഒരു അക്ഷരം മിണ്ടിയോ ഇതിനെ സംബന്ധിച്ച്? താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പരസ്യമാണെന്ന്. എന്തേ മിണ്ടാതിരുന്നു? എന്തേ ഒളിച്ചു വെച്ചു? അപ്പോ അവിടെ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, ആ കേന്ദ്രമന്ത്രിയുടെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് EP ജയരാജന്റെ ബിസിനസ് സാമ്രാജ്യം ലയിപ്പിച്ചപ്പോ നിങ്ങൾ എന്തേ മിണ്ടാതിരുന്നു? അപ്പൊ അതിനൊന്നും മറുപടിയില്ലല്ലേ? ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങൾക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ പറയട്ടെ സഹോദര, എന്തിനാ അസ്വസ്ഥനാവുന്നേ? അങ്ങനെ ഞങ്ങൾക്കെതിരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചാൽ ആ സ്പോട്ടിൽ ഞങ്ങളത് പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. ഇവിടെ ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ADGPയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടായോ? നിഷേധം മാത്രമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് വിശദീകരണം ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഒളിച്ചു വെക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഒളിച്ചു വെക്കുന്നത്? പരസ്യമാണെങ്കിൽ, RSSന്റെ ഇടപെടലുകളെല്ലാം പരസ്യമാണെങ്കിൽ, അല്ലെങ്കിൽ BJP നേതാക്കന്മാർ ഇങ്ങനെ കാണുന്നത് പരസ്യമാണെങ്കിൽ എന്തുകൊണ്ട് ഒളിച്ചു വെച്ചു? ആർക്ക് വേണ്ടി ഒളിച്ചു വെച്ചു? റാം മാധവ് ഉൾപ്പെടെ, നിങ്ങളുടെ അഖിലേന്ത്യാ RSSന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നിഷേധക്കുറിപ്പ് ഇറക്കി? മറുപടി പറയണ്ടേ ഗോപാലകൃഷ്ണ? മറുപടി പറഞ്ഞാലേ പോകാൻ പറ്റൂ. പിന്നെ ഇടതുപക്ഷ നിരീക്ഷകൻ പറയുന്നത് അദ്ദേഹം പിന്നെ എന്താ പറയുന്നത്, CP ജോണിന്റെ കിഴങ്ങ് കൃഷിയെ സംബന്ധിച്ച് നോക്കാൻ നടക്കുക. അവിടെ അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്. അവിടെ പറഞ്ഞത് അതിനകത്തുണ്ടായ ടെക്നിക്കൽ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ സംബന്ധിച്ചാ പറഞ്ഞത്. അവിടെയൊക്കെ എന്തിനാ വിരളി പൂളുന്നതെന്നേ? ഇവിടെ പറഞ്ഞു കോൺഗ്രസിന്റെ ബാന്ധവത്തെക്കുറിച്ചും അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞു. ഞാനും ചോദിക്കട്ടെ, ശിവദാസ മേനോൻ പാലക്കാട് മത്സരിക്കുമ്പോൾ ജനസംഘം BJPയുടെ പൂർവ്വരൂപം LK അദ്വാനിയോടൊന്നും സംസാരിച്ചില്ലേ? KG മാരാർ വേദിയിൽ ഉണ്ടായിരുന്നില്ലേ? അന്ന് ഈ പറയുന്ന പിണറായി വിജയൻ എവിടെയാ കൂത്തുപറമ്പിൽ മത്സരിച്ചത് ഈ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പ്രസന്റ് പൊളിറ്റിക്സിനെ സംബന്ധിച്ചാ. ഈ പ്രസന്റ് പൊളിറ്റിക്സിനെ സംസാരിക്കുമ്പോൾ ADGP RSSന്റെ മുതിർന്ന നേതാക്കന്മാരെ കാണാൻ പോയി പറയുന്നേ കണ്ടുന്ന്. എന്തിനു കണ്ടു പറയുന്നേ? മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നേ, മുഖ്യമന്ത്രി അറിവോടിയാ പോയെന്ന് പറയുന്നേ, മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടാന്ന് പറയുന്നേ. ഇതൊന്നും പറയാതെ ചേട്ടനും അനിയനും ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് പോയാൽ നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണെന്ന് ഞങ്ങൾ പറയേണ്ടി വരും, പറയുകയും ചെയ്യും. അതിന്റെ തെളിവുകൾ പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിലെന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോ നോക്കൂ, ADGP ലോ ആൻഡ് ഓർഡറിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും പിന്നെ ഇന്റലിജൻസിന്റെയും ഒക്കെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടും എന്തിനു പൂഴ്ത്തി വെച്ചു? ഒരു കാരണം കാണിക്കാൻ നോട്ടീസ് കൊടുത്തോ? അത് ചോദിക്കില്ലേ? നോക്കൂ, എന്നിട്ട് ഇന്ന് മന്ത്രിമാർ പറയാ ഞങ്ങളാണ് യഥാർത്ഥ BJP വിരുദ്ധർ, ഞങ്ങളാണ് യഥാർത്ഥ സംഘ പരിവാർ വിരുദ്ധർ. പറയുന്നതിന് നാണം വേണ്ട MP രാജേഷിന്? ഇന്നും അന്ന് പറയാ ഇത്രയൊക്കെ ചെയ്തിട്ടും ഉളുപ്പെന്ന് പറഞ്ഞ സാധനം വേണ്ടേ? തൊലിക്കട്ടി അപാരമാണ്. പിന്നെ മുഹമ്മദ് റിയാസ് അദ്ദേഹം ഒന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഗൂഢാലോചന നടക്കുക, പാർട്ടി സമ്മേളനങ്ങൾ നടക്കാൻ പോവാ, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം, പാർട്ടി സമ്മേളനം പൊളിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഒരു മന്ത്രി വന്ന് പറയാ. എവിടെയാ സംഭവം? എവിടെയാ? മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു മന്ത്രിയും വരുന്നില്ല. അവസാനം റിയാസ് തന്നെ വരേണ്ടി വരുന്നു. നേരത്തെയും റിയാസ് പരാതി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒരു മന്ത്രിമാരും മിണ്ടുന്നില്ല.
അത് ഉണ്ടാകാൻ പാടില്ല എന്ന് റിയാസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി. ഇപ്പൊ വീണ്ടും റിയാസ് തന്നെ വരിക. ഞങ്ങളുടെ ചോദ്യം, ഞങ്ങൾ അപ്പോഴും ചോദിക്കുന്നത്, ഇത്തരത്തിൽ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനു ഒളിച്ചു വെച്ചു? ശരി, എന്തായിരുന്നു നിങ്ങളുടെ അജണ്ട? ശരി, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീ പ്രമോദ് പുഴങ്കര, കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ RSSന്റെ ഏറ്റവും ഉന്നതരായ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തുന്നു. അത് മുഖ്യമന്ത്രിയും സർക്കാരും അറിയുന്നുണ്ട്. കാരണം ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യാത്രയും സന്ദർശനങ്ങളും ഒക്കെ സ്വാഭാവികമായും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് ബ്യൂറോയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സർക്കാർ അറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഇനി നമുക്ക് തർക്കമൊന്നുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ അത് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നത്? സർക്കാരിന്റെ അറിവോടെ എന്നുള്ളതിനപ്പുറത്ത് സർക്കാരിന്റെ ദൂതനായി പോയി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം കുറച്ചുപേരെങ്കിലും വിശ്വസിക്കുന്ന വിധത്തിൽ ഇതിന് ഗ്രൗണ്ട് ഇല്ലേ? തീർച്ചയായും. കാരണം കേരളത്തിലെ സർക്കാരിന് അതിൻ്റെ ഒരു രാഷ്ട്രീയ പരിപാടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയ പരിപാടി അതിന് ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ സർക്കാരിനെ നയിക്കുന്ന രണ്ട് ഇടതുപക്ഷ പാർട്ടികൾക്കും CPM CPI എന്ന് പറയുന്ന രണ്ട് ഇടതുപക്ഷ പാർട്ടികൾക്കും ആ ഇടതുപക്ഷ പാർട്ടികളിലെ തന്നെ ഏറ്റവും പ്രധാന കക്ഷിയായ CPM-നും അതിൻ്റെ വർഗ്ഗരാഷ്ട്രീയം, അതിൻ്റെ ക്ലാസ് പൊളിറ്റിക്സ് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും അധികാരത്തിൽ തുടരുക എന്നുള്ളതും അധികാരത്തിൽ തുടരുന്നത് തങ്ങൾക്കൊപ്പം തങ്ങൾ കൂട്ടിയ പിണറായി വിജയൻ്റെ അടക്കം നേതൃത്വത്തിൽ പ്രധാന കാർമ്മികത്വത്തിൽ ഈ പാർട്ടിക്ക് സംഭവിച്ച വലിയ മാറ്റത്തിന്റെ ഭാഗമായി തങ്ങൾക്കൊപ്പം കൂട്ടിയ ഈ ദുരധികാരത്തിന്റെ ചുറ്റുവട്ടത്തുള്ള അതിൻ്റെ അധികാര സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുകയും അതിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പുത്തൻ ക്ലാസിനെ, ഒരു ന്യൂ ക്ലാസിനെ ഒപ്പം നിർത്തുകയും അവർക്കൊപ്പം പരമാവധി ഈ അധികാരം ഉപയോഗിച്ച് ചൂഷണം നടത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരേ സമയം ADGPക്ക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാകാനും അതേസമയം തന്നെ RSSന്റെ റാം മാധവനെയും ദത്താത്രേയെയും കാണാനും കഴിയുന്നത്. ഇവിടെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇപ്പം തന്നെ ചർച്ചയിൽ ഇപ്പോൾ BJP വക്താവൊക്കെ ഇവിടെ ബഹളം കൂട്ടിയിട്ട് നിങ്ങളുടെ അയാൾ കണ്ടിട്ടില്ലേ, ഇവിടെ കണ്ടിട്ടില്ലേ എന്നുള്ളതൊക്കെ സ്ഥിരമായി അവരുപയോഗിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇതിൽ കോൺഗ്രസിൻ്റെതായാലും CPM-ൻ്റെതായാലുമുള്ള ഒരു ഇടത്തിൻ്റെ ഇടയിൽ കയറി ബഹളമുണ്ടാക്കുകയും സംവാദങ്ങളെ മറ്റൊരു തരത്തിൽ ബഹളത്തിൽ മുക്കുകയും ചെയ്യുക എന്നുള്ള അവരൊരു സ്ഥിരം പരിപാടിയാണ്. അതാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ഇവിടെ പക്ഷെ പ്രശ്നം എന്നുള്ളത് BJP-യെ വിട്ടേക്കാം, അവർക്കതിൽ ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഈ സർക്കാരിൻ്റെയും ഗതികേട് ഇവിടെ ഇടതുപക്ഷ വക്താവായിട്ട് വന്നിട്ടുള്ള അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഇതാണ്. അദ്ദേഹം എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്? ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സതീശൻ അവിടെ വിളക്ക് കൊളുത്തിയിട്ടില്ലേ, മറ്റേയാൾ ഇങ്ങോട്ട് പോയിട്ടില്ലേ, ഇതൊക്കെയാണ് പ്രശ്നം. കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ രാഷ്ട്രീയത്തിലല്ല, നിങ്ങളുടെ ഇടതുപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇന്ത്യയിലൊട്ടാകെ BJP-യെയും BJP-യും RSS-ഉം അടക്കമുള്ള സംഘപരിവാർ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സമൂഹത്തിനെ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ള ആശയത്തെയും അതിൻ്റെ ഘടനയെയും സമൂലം തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ, അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നിങ്ങൾ അതിന് സഹായിക്കുന്ന രീതിയിൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രണത്തെ ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾക്ക് കൂടി വേണ്ട ഇടനിലക്കാരാണെന്ന് പൊതുസമൂഹത്തെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ കൂടി വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു തഹസിൽദാർ പോയി കാണുന്ന പോലെയല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു ADGP RSS-നെ പോലുള്ള വളരെ വയലന്റ് ആയിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയം പടർത്തുന്ന ഒരു ക്രിമിനൽ ഫോഴ്സിനെ പോയി, എൻ്റെ നേതാവിനെ പോയി കാണുന്നത്. അങ്ങനെ കാണുന്നതിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് കൃത്യമായി അന്ന് വൈകുന്നേരം തന്നെ അറിയാവുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി കൂടിയായ, അതിനപ്പുറം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ ഒരു സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ തികച്ചും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതാണ്. റിപ്പോർട്ട് വരണം, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്നൊക്കെ. അതൊന്നുമല്ല, സർക്കാരിനെ അയാളെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള എല്ലാ വിധത്തിലുള്ള എക്സിക്യൂട്ടീവ് അധികാരങ്ങളും സർക്കാരിനുണ്ട്. മറ്റൊന്നുകൂടി, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ഈ സമൂഹത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇത്തരം സ്വഭാവങ്ങളെ, സാംസ്കാരിക സ്വഭാവത്തെ, രാഷ്ട്രീയ സ്വഭാവത്തെ സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാധ്യമങ്ങളുണ്ട്, സർക്കാരിലെ പോലീസ് അടക്കമുള്ള അഡ്മിനിസ്ട്രേഷനിൽ അവർ വരുത്തിയ സ്വാധീനമുണ്ട്. എന്തിന് മതേതര ശ്രീകൃഷ്ണ ജയന്തിയും ആഘോഷിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന വിധത്തിൽ CPM പോലുള്ള ഒരു ഇടതുപക്ഷ കക്ഷി പോലും വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഇത്തരം കെട്ടുകാഴ്ചകളെ എഴുന്നള്ളിക്കുന്ന പ്രശ്നമുണ്ട്. ശരി, അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് അടുത്ത ഇടവേളയ്ക്കുള്ള സമയമായി. അതിനുശേഷം ശ്രീ ഗോപാലകൃഷ്ണനിലേക്ക് വളരെ ചെറിയ ഒരു അവസരത്തിലേക്ക് വരാം. വീണ്ടും ചർച്ചയിലേക്കാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കളുടെ അവസരം.
വാസ്തവത്തിൽ രണ്ടാമത്തെ പ്രാവശ്യത്തെ ഊഴത്തിൽ എനിക്ക് തരാത്തതിൽ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. 3 കാര്യങ്ങൾ ഞാൻ UDFിൻ്റെ പ്രതിനിധിയോട്, അതായത് ചാമക്കാലയോട് ചോദിച്ചു. ഞാൻ ചാമക്കാല ഇടയിൽ കയറി സംസാരിക്കരുത്, എനിക്ക് സംസാരിക്കാനുള്ളത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് പറയാം. ഈ 3നും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. ഒന്ന്, ഞാൻ പറഞ്ഞു കർണാടക കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ കൂടെ സഖ്യമല്ലേ, ആ സഖ്യം വിടാൻ നിങ്ങൾ തയ്യാറാണോ, പരസ്യമായി എതിർപ്പ് പറയാൻ തയ്യാറാണോ? അദ്ദേഹം മിണ്ടിയില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു ഒരു UDF നേതാവ്, ആ നേതാവിൻ്റെ വീട്ടിൽ സർസംഘചാലക് ചെന്നു. സർസംഘചാലക് മോഹൻ ഭഗവത് എന്ന് പറഞ്ഞത് മാറ്റി സുദർശൻജിയാണ്. ആ പേരെനിക്ക് തെറ്റുപറ്റി. പക്ഷേ സർസംഘചാലകാണ്, RSSൻ്റെ പരമോന്നത ഉയരത്തിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ ആ സർസംഘചാലക് വെള്ളം നോക്കാനാണോ കഷ്ണം നോക്കാനാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്ത കാര്യം അദ്ദേഹം പറഞ്ഞു പാർട്ടി ചേർക്കാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങളെല്ലാവരും വീട്ടിൽ പോവും, ഞങ്ങളെല്ലാവരുമായി സംസാരിക്കും, ഞങ്ങൾ ADGP ആയും DGP ആയും സംസാരിക്കും. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇത് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് UDFിൻ്റെ CP ജോണിൻ്റെ വീട്ടിൽ പോയത്. അദ്ദേഹം പറഞ്ഞു പേര് പറയണം, ഞാൻ പേര് പറഞ്ഞു. മൂന്നാമത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, സതീശൻ പറഞ്ഞൊരു കാര്യമാണ്. എന്താ സതീശൻ പറഞ്ഞത്? ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ക്രിസ്ത്യാനിയുടെ മുസ്ലിം വോട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുത്തു. അതാരാ? സുനിൽകുമാറാണ്. അപ്പം മുരളീധരൻ ജയിക്കുന്നില്ലേ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ADGP വന്ന് തൃശ്ശൂർ പൂരത്തിൽ അലങ്കോലമുണ്ടാക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് എന്നാണല്ലോ ആരോപണം. അങ്ങനെയാണെങ്കിൽ 2022 ഏപ്രിൽ മാസം 23 അത് കഴിഞ്ഞിട്ടായിരുന്നു, 2023 ഏപ്രിൽ മാസം 23 അത് കഴിഞ്ഞിട്ടായിരുന്നു 2023 പൂരം. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. എന്നിട്ടാണ് ആ പൂരം കഴിഞ്ഞു. 2023 പൂരത്തിലൊന്നുമില്ല. 2024 പൂരത്തിലാണ് ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതിനകത്ത് അങ്ങനെ പറയുന്നവർക്ക് പറയാം, അവർ തെളിവ് വെളിവിട്ടോട്ടെ. പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ UDFന് വോട്ട് കിട്ടുന്ന ചാവക്കാട്, മുസ്ലിങ്ങൾ തിങ്ങി പറക്കുന്ന ചാവക്കാട്, അവിടെ എങ്ങനെ BJPക്ക് 2 ഇരട്ടിയായി? ക്രിസ്ത്യാനികൾ മാത്രം ജീവിച്ചോട്ട് ചെയ്യുന്ന ഒല്ലൂർ പള്ളിയുടെ പുറകുവശം, ഒല്ലൂർ പള്ളിയുടെ സമീപ പ്രദേശം, ഇന്നുവരെ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് മത്സരത്തിലും കോൺഗ്രസിന് മാത്രം ജയിച്ചിട്ടുള്ള ഒല്ലൂർ, ക്രൈസ്തവരുടെ സാകേതമായ ഒല്ലൂർ, അവിടെ എങ്ങനെ ഭൂരിപക്ഷം കിട്ടി BJPക്ക്? അപ്പോൾ വാസ്തവത്തിൽ ഒരു ഉണ്ടയില്ലാത്ത വെടിവെക്കുകയാണ്. ഞങ്ങൾക്കൊരു വിരോധവുമില്ല. ADGPക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാൾ പറയും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ കിളി പോയി സത്യം കേൾക്കുമ്പോൾ കിളി ആരുടെ പോയത്? കിളി പോയവർ അയാളുടെ കിളി പോയി എന്ന് പറയും. അതാണ് ചാമക്കാലയ്ക്ക് പറ്റിയത്. കിളി ചാമക്കാലയ്ക്കാണ് പോയത്, ഗോപാലകൃഷ്ണൻ അല്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, അത്രേ പറയുന്നു. അത് മനസ്സിലായി. എല്ലാം പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് രംഗമൊഴിയാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.